അപ്പോൾ നമ്മൾ മഷ്റൂം ഒക്കെ പറിച്ചു കഴിഞ്ഞു. നമ്മുടെ ഐരീൻ ചേച്ചി ഹെൽപ്പ് ചെയ്തിട്ട് ഇനി നമ്മൾ കുക്കിംഗ് ചെയ്യുന്നത് ഐരീൻ ചേച്ചി അല്ല, അതിന് വേറൊരു സ്പെഷ്യൽ ആളുണ്ട്. ഇതിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള നമ്മുടെ കൂൺ ഫ്രൈ ഉണ്ടാക്കാൻ എക്സ്പേർട്ട് ആയിട്ടുള്ള ശിവ ചേച്ചി. സോ ചേച്ചിയുടെ ആരാണ് ശിവ ചേച്ചി? സിസ്റ്റർ. ഓക്കെ, ചേച്ചി ഭയങ്കര നാണം കേട്ടോ, കണ്ടില്ലേ, ഒന്നും പറയത്തില്ല, നാണിച്ചിങ്ങനെ പേടിച്ച് ഇരിക്കുകയാണ്. പക്ഷെ പേടിക്കണ്ട, എൻ്റെ മുടി കണ്ടിട്ടാണ് പേടിച്ചിരിക്കുന്നത്. എന്തായാലും ചേച്ചി ഇതിൽ കൂൺ ഫ്രൈ അല്ലേ, ഇതിന് ആവശ്യമുള്ള നമ്മൾ ഓൾറെഡി കുറച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ബിക്കോസ് ഇത് സമയമെടുക്കും. അപ്പം നമുക്കിനി എങ്ങനെ അരിയുന്നതെന്ന് ഒന്ന് പഠിപ്പിച്ചു തരാമോ? ഓക്കെ, ഇതാണ് നമ്മുടെ മഷ്റൂം, കണ്ടില്ലേ, നല്ല കഴുകേണ്ട ആവശ്യമില്ല, ശരിക്കും നിലത്തൊന്നും തൊടാതെ നിൽക്കുന്നത്. അതെ, നമ്മളിങ്ങനെ പറന്ന് നടന്ന ഒരു മഷ്റൂം ആണല്ലോ അത്, സോ അഴുക്കൊന്നും ഉണ്ടാവില്ല. ഇത് കുട്ടികൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പവും വൈകിട്ട് സ്നാക്സിനൊപ്പം കൊടുക്കാവുന്ന പോഷക സമൃദ്ധമായ ഒരു വിഭവമാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് കൂൺ ഫ്രൈ ആണ്. ഇത് ഉണ്ടാക്കാനായിട്ട് കൂണ്, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, എണ്ണ, സവോള, കറിവേപ്പില, പിന്നെ കട്ട് ചെയ്ത കൂൺ, ഇവ ഉപയോഗിച്ചാണ് കൂൺ ഫ്രൈ. ഇത് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണ്, അതുകൊണ്ടാണ് സ്നാക്ക് ആയിട്ട് പിള്ളേർക്ക് കൊടുക്കുന്നത്. അതെ, വളരെ എളുപ്പത്തിലും സിമ്പിൾ ആയിട്ടുണ്ടാകും, ടേസ്റ്റിയാണ്. ഓക്കെ ടേസ്റ്റി. ഓക്കെ, അപ്പൊ എങ്ങനെ തുടങ്ങുന്നതെന്ന് വെച്ചാൽ കുറച്ച് എണ്ണ, സാധാരണ വെളിച്ചെണ്ണയാണ്, സാധാരണ വെളിച്ചെണ്ണ. ഇടാൻ തുടങ്ങുമ്പോൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ഇടുവാണ്. എത്ര കറിവേപ്പില? കുറച്ച് ആവശ്യത്തിന്. ഓക്കെ, ഇനി പച്ചമുളക്, ഇഞ്ചിയും പച്ചമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ് അടുത്തത് ഇടുന്നത്. അതും ആവശ്യത്തിന്, എരിവ് ഇഷ്ടമുള്ളവർക്കല്ലേ. ഇനി ഇഞ്ചി, പച്ചമുളക് ഇപ്പോൾ ഏകദേശം ഒരു 2-3 എണ്ണം ഇട്ടിട്ടുണ്ട്. ഇഞ്ചി ആവശ്യത്തിന് ഇഞ്ചി. ഈ കൂണ് ഉണ്ടാവാനായിട്ട്, അതായത് മുട്ടുണ്ടായി കഴിഞ്ഞാൽ 2 ദിവസത്തിന്, പക്ഷെ അത് അതിന്റെ ബെഡിന്ന് മുട്ടുണ്ടാവാനായിട്ട് ഒരു 20 ദിവസം വരെ പിടിക്കും. 15 മുതൽ 20 ദിവസം വരെ. ഓക്കെ, അപ്പം നല്ല പ്രായം ചെന്ന കൂണാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, ഇനി സവാള. ഇത് എത്രയാണ്? 2 സവാള. ഓക്കെ, ഇപ്പൊ 2 സവാളയാണ് ഇതിലേക്ക് ഇടുന്നത്. 250 ഗ്രാം കൂണിന് 2 സവാള. 250 ഗ്രാം കൂണ് മഷ്റൂമിന് 2 സവാള. ഓക്കെ, 2 സവാള. ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, സവാള. ഇത്ര ഇട്ടു ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി, അപ്പൊ ഇത് സ്നാക്ക് ഐറ്റം ആയിട്ടല്ലേ നമ്മളിത് യൂസ് ചെയ്യുന്നത്? അല്ല, വൈകിട്ട് സ്നാക്സ് ബ്രെഡിന്റെ കൂടെ കൂൺ ഫ്രൈ കൊടുക്കാം. രാവിലെ ഇഡലിയുടെ കൂടെയോ ദോശയുടെ കൂടെയോ എന്ത് ഐറ്റംസ് ഉണ്ടാക്കിയാലും അതിന്റെ കൂടെ അതിനൊപ്പം കഴിക്കാം. ഓക്കെ, പക്ഷെ ഇത് വെച്ചിട്ട് വേറെ എന്തൊക്കെ ഉണ്ടാക്കാൻ പറ്റും? കൂൺ മെഴുക്ക് ഉണ്ടാക്കാം, പിന്നെ കൂൺ കട്ട്ലറ്റ് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വിഭവമാണ്. ഇത് ചേച്ചി കണ്ടുപിടിച്ചതാണോ ഇത്, ഈ ഒരു ഡിഷ്? ചേച്ചിയുടെ സ്പെഷ്യൽ ചേച്ചി ഇൻവെന്റ് ചെയ്ത ഡിഷ് ആണെന്നാണ് പറയുന്നത്? അല്ല, എല്ലാവരും ചെയ്യുന്നവര് ഫ്രൈ ചെയ്യുന്നതാണ് കൂൺ ഉപയോഗിച്ച്. ഓക്കെ, ആക്ച്വലി നിങ്ങൾക്ക് വീട്ടിൽ കൂൺ വാങ്ങിച്ചു വെച്ചിട്ട് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത അവസാനം അതൊരു ഡിഷായി മാറിക്കോളും എന്നാണ് ചേച്ചി പറയുന്നത്. നിങ്ങൾ എക്സ്പെരിമെന്റ് ചെയ്യുക, എന്നിട്ട് പുതിയ ഡിഷസ് കണ്ടുപിടിക്കുക, എന്നിട്ട് ഞങ്ങൾക്ക് അറിയിക്കുക. അതിൽ ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രം അറിയിച്ചാൽ മതി. എന്തായാലും കൂൺ ഉപയോഗിച്ച് ചെയ്യുന്ന എല്ലാ ഫുഡും ടേസ്റ്റ് എന്നാണ് ഞങ്ങൾ പരീക്ഷിച്ച് കണ്ടിട്ടുള്ളത്. മാത്രമല്ല വളരെ ഹെൽത്തിയാണ് കൂൺ. പലതരം കൂണുകളുണ്ട്. ഈ മഷ്റൂം എന്ന് പറയുന്നത് ഇറ്റ്സ് കോൾഡ് ചിപ്പി കൂൺ അല്ലേ, ചിപ്പി പോലത്തെ, ബിക്കോസ് ഇറ്റ്സ് ഷേപ്പ് ലൈക്ക് ചിപ്പിയുടെ ഷേപ്പാണെല്ലാം. ഓക്കെ, സോ ഇത് ചിപ്പി കൂൺ എന്നാണ് ഇതിന് പറയുന്നത്. ഒരു സ്പെഷ്യൽ കൂണാണ്. ഇത് വെച്ചിട്ടാണ് ഇപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഡിഷ് ചെയ്യുന്നത്. ഇത് കഴുകേണ്ട കാര്യമില്ല. ഉപ്പ്, ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ്, എത്ര ആവശ്യത്തിന് ഉപ്പ്. ഓക്കെ, കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൂണിട്ട് അതും കൂടെ. ഓക്കെ,
ആവശ്യമുള്ളവർക്ക് അതിനനുസരിച്ച് മുളക് പൊടി ഇടാം. നേരത്തെ നമ്മൾ ഇത് ഇട്ടിട്ടുണ്ട്, ചില്ലീസ്, പച്ചമുളക് ഇട്ടിട്ടുണ്ട്, മുളക് പൊടിയും കൂടി ഇട്ടിരിക്കുകയാണ്. കുരുമുളക് പൊടി ആവശ്യത്തിന്. ഓക്കെ, കുരുമുളക് പൊടി അതും ആവശ്യത്തിന് ചേർക്കുക. എരിവ് ഇഷ്ടമുള്ളവർക്ക് അതിന് കൂടുതൽ ചേർക്കാം. മഞ്ഞൾപ്പൊടി. ഓക്കെ, ഈ മഞ്ഞൾപ്പൊടി എന്തിനാ ചേർക്കുന്നത്? കളറ് കിട്ടാൻ. ഓക്കെ, അത് ആന്റിസെപ്റ്റിക്കായിട്ടും യൂസ് ചെയ്യാം. നമ്മൾ കഴുകിയിട്ടില്ല. ഓക്കെ, മഞ്ഞൾ. അത് കഴിഞ്ഞിട്ട് മല്ലിപ്പൊടി. ഇനി മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1 സ്പൂൺ മല്ലിപ്പൊടി. ഗരം മസാല ആവശ്യത്തിന്. ഗരം മസാല നമ്മൾ ഇപ്പം ഇട്ട എന്തൊക്കെയാണ്? മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല. ഇത് ഞാൻ നോക്കിയിട്ട് ഇത് ഷ്രിങ്ക് ആവുന്നുണ്ട് അല്ലേ, ചെറുതായി പോയി. വഴറ്റുന്തോറും സൈസ് കുറഞ്ഞു വരികയാണ്. അതിനുള്ള വെള്ളം പുറത്ത് വരുന്നുണ്ട്. എന്തായാലും നമ്മൾ കുറച്ചും കൂടി മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് അടച്ചു വെക്കാൻ പോവാണ്. ചേട്ടൻ ഇവിടെ ഒരു ആളുണ്ട്, അദ്ദേഹം പറയുകയാണ് മഞ്ഞൾ, കുരുമുളക്, പിന്നെ കൂണ്, ഈ 3 സാധനങ്ങളും വരുമ്പം അത് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ വളരെയധികം സഹായിക്കും. പണ്ടുകാലം മുതൽക്ക് തന്നെ ആൾക്കാർ ഉപയോഗിച്ചിരുന്നവർ. അതെ, പണ്ട് തൊട്ട് തന്നെ ആൾക്കാർ അത് ഒരു കോമ്പിനേഷനാണ്. അത് 3 എണ്ണം കൂടി ചേരുമ്പോൾ മാത്രമല്ല ഈ കൂണിൽ നല്ല ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് അതും ക്യാൻസർ പ്രതിരോധിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. എന്തായാലും ഇത് വേവാനായിട്ട് കുറച്ച് സമയം എടുക്കും. ഒന്ന് ഫ്രൈ ഒക്കെ ആവട്ടെ. സോ ഇത് ഏകദേശം ആയെന്ന് തോന്നുന്നു. നമുക്ക് തുറന്നു നോക്കാം. നല്ല ചിക്കൻ്റെ ഒക്കെ സ്മെല്ല് വരുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെജിറ്റേറിയൻ ആവണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സങ്കടപ്പെട്ടിരിക്കേണ്ട. ചിക്കൻ്റെ ഏകദേശം മണമൊക്കെ വരുന്നുണ്ട്. ഐ തിങ്ക് ടേസ്റ്റും അത് തന്നെ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? ബിക്കോസ് ഇത് കൊളസ്ട്രോൾ ഫ്രീ ആണ്. കൊളസ്ട്രോളിലേക്ക് ഇത് നല്ലതാണ്. പിന്നെ ഡയബറ്റിക് പേഷ്യൻസിന് ഇത് നല്ലതാണ്. ഹാർട്ടിന്, അതായത് ഹൃദയ രോഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും ഇത് നല്ലതാണ്. ബിക്കോസ് ഇതിൽ കൊഴുപ്പ് വളരെ കുറവാണ്. പിന്നെ ഒട്ടുമില്ല കൊഴുപ്പ്. ഓക്കെ, ഒട്ടും കൊഴുപ്പില്ല ഇതിൽ. പിന്നെ നമുക്ക് ക്യാൻസർ രോഗം ഇതൊക്കെ നേരത്തെ പറഞ്ഞ പോലെ കുരുമുളക്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ കൂൺ, ഈ കോമ്പിനേഷൻ വരുമ്പോൾ ക്യാൻസറിന് അതൊരു പ്രതിരോധം തരുന്ന ഒരു സാധനമായിട്ട് ഇത് വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഡൈജഷൻ ഇത് വളരെ നല്ല, ബിക്കോസ് കുറെ ഫൈബർ ഉണ്ട്. ഫൈബറിന്റെ കണ്ടന്റ് വളരെ കൂടുതലാണ്. ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്ന. ഓക്കെ, ഏത് വിഭവങ്ങളുടെ കൂടെയും കൂൺ ഉപയോഗിച്ചാലും ഒരു ദോഷഫലങ്ങളും ഇല്ല. ഓക്കെ, എന്തായാലും ഷീബ ചേച്ചിയുടെ കാര്യത്തിൽ ഇതിലൊരു വേറൊരു അഡ്വാൻറ്റേജും കൂടിയുണ്ട്. അതെന്താന്ന് വെച്ചാൽ ഷീബ ചേച്ചിക്ക് ഇതിൽ ചെലവില്ല. മുകളിൽ ടെറസിൽ പോയി ഇത് പറിച്ചുകൊണ്ട് വരിക, എന്നിട്ട് ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഇതിന് മാർക്കറ്റിൽ ഏകദേശം 200 രൂപയോളം, കിലോഗ്രാമിന് 200 രൂപയോളം വിലയുണ്ട്. അപ്പം ഞങ്ങൾ തന്നെ ഇതിവിടെ കൃഷി ചെയ്ത് ഇത് എടുക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് 40 രൂപ ചെലവ് 40 രൂപയാണ്. പക്ഷെ നിങ്ങൾ കടയിൽ പോയി വാങ്ങിക്കുകയാണെങ്കിൽ 200ഓളം. ആക്ച്വലി നിങ്ങൾക്കിത് വീട്ടിൽ തമാശയ്ക്കൊന്ന് ചെയ്ത് തുടങ്ങിയാൽ സീരിയസ് ആയിട്ടൊരു കച്ചവടം തന്നെ നടന്നു വരും. ഓക്കെ, എന്തായാലും ഇതിപ്പോൾ ഫ്രൈ ആയപ്പോൾ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് ചുരുങ്ങി. ഓക്കെ, അപ്പം നമ്മുടെ കൂൺ ഇവിടെ നല്ലപോലെ ഫ്രൈ ആയി കഴിഞ്ഞു. ആൻഡ് നമ്മുടെ ഐറീൻ ചേച്ചി വെറുതെ അല്ല പോയത്, നമുക്കൊരു അടിപൊളി പാത്രത്തിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തക്കാളി, നാരങ്ങയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മളിതിൽ കൂൺ ഫ്രൈ ചെയ്തത് ഇടാൻ പോവാണ്. റെഡി ആയിട്ടിരിക്കുകയാണ്. ഇറ്റ്സ് വെരി ടെംപ്റ്റിംഗ്. കണ്ടാൽ തന്നെ കഴിക്കാൻ തോന്നുന്നു. നല്ലൊരു നാരങ്ങയൊക്കെ പിഴിഞ്ഞ് ഞാനൊരു പിടി പിടിക്കാൻ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇത് ആദ്യം നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ഇത് വളരെ ഹെൽത്തിയാണ്. ഇറ്റ്സ് റിയലി നൈസ്. നിങ്ങളിത് ഉണ്ടാക്കി കഴിച്ചാലേ നിങ്ങൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവുള്ളൂ. ഇറ്റ്സ് റിയലി നൈസ്. ചേച്ചി അടിപൊളി.